വളരെയേറെ അപമാനകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് നരേന്ദ്രമോദിയും സർക്കാരും നിൽക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിൽ. ഈ ഇറാനിലെ ചബഹർ തുറമുഖത്ത് ഇന്ത്യ നടത്തിയ നിക്ഷേപങ്ങളുമായിട്ട് വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, ലോകത്ത് ഇറാനുമായിട്ട് നേരത്തെ വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിച്ച പല രാജ്യങ്ങളെയും അമേരിക്ക ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ നേരെ നടക്കുന്ന നിരന്തരമായിട്ടുള്ള ഈ അപമാനകരമായിട്ടുള്ള നീക്കങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ആണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്ക് മരണക്കുഴി, നരകക്കുഴി എന്നാണ്. ഹെൽ ഹോൾ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നരകതുല്യമായ ഒരു പ്രദേശം. ഇവിടെ നിന്ന് സ്ത്രീകൾ പ്രസവിക്കാൻ സമയമെടുക്കുമ്പോൾ അമേരിക്കയിലേക്ക് വിസയും വാങ്ങിപ്പോയി അവിടെ പ്രസവിച്ചിട്ട് കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം നേടി അമേരിക്കക്കാരുടെ സൗകര്യങ്ങളും ജോലിയും ഇല്ലാതാക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. പക്ഷേ അതിനോടുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രതികരണം വളരെ മൈൽഡായിരുന്നു. അത് നിർഭാഗ്യകരം എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് ആണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അതേക്കുറിച്ച് പറഞ്ഞത്. കൂടുതൽ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുടെ നേരെ നടക്കുന്ന നിരന്തരമായിട്ടുള്ള ഈ അപമാനകരമായിട്ടുള്ള നീക്കങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ആണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ വസ്തുതകൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അപമാനകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. 2018 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദങ്ങളിലൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നുള്ളതായിരുന്നു. താൻ വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഏത് കാര്യങ്ങളും സാധിച്ചു കൊടുക്കും. ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ മറ്റേത് രാജ്യങ്ങളെക്കാൾ ചൈനയേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള സ്വാധീനം അമേരിക്കയിലുണ്ട്, പ്രസിഡന്റിലുണ്ട് എന്നൊക്കെയാണ് BJPയും കേന്ദ്ര സർക്കാരും നിരന്തരമായിട്ട് അവകാശവാദം ഉന്നയിച്ചത്. ഇപ്പോൾ ആ വസ്തുതകളൊന്നും ശരിയായിരുന്നില്ല. ശുദ്ധ അസംബന്ധമായിട്ടുള്ള അവകാശവാദങ്ങളാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും മുന്നോട്ട് വെച്ചിരുന്നത് എന്ന് ഇപ്പോൾ പരസ്യമായി കഴിഞ്ഞു. വളരെയേറെ അപമാനകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് നരേന്ദ്രമോദിയും സർക്കാരും നിൽക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിൽ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ എക്കണോമിക് ഫ്രീഡം മാത്രമല്ല, ഇന്ത്യയുടെ പരമാധികാരത്തെ പോലും അമേരിക്ക ചോദ്യം ചെയ്യുന്ന അങ്ങേയറ്റം വേദനാജനകമായ, ദേശാഭിമാനികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ പൊളിറ്റിക്സിൻ്റെയോ അല്ലെങ്കിൽ ഈ സാംസ്കാരിക രംഗത്തെ കൊടുത്തുക്കൽ വാങ്ങലുകളുടെയോ മാത്രം വിഷയമല്ല. ഇന്ത്യൻ സ്ത്രീകൾ അമേരിക്കയിൽ പോയി പ്രസവിക്കുന്നതല്ല അതിൻ്റെ യഥാർത്ഥ പ്രശ്നം. അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അമേരിക്കയിൽ തൊഴിൽ തേടി പോകുന്നതല്ല പ്രശ്നം. ഇന്ത്യയുടെ അന്താരാഷ്ട്ര താല്പര്യങ്ങളെ വലിയ തോതിൽ അവഗണിക്കുകയും തകർക്കുകയും ചെയ്യുന്ന നീക്കങ്ങളാണ് അമേരിക്കൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഈ ഇറാനിലെ ചബഹർ തുറമുഖത്ത് ഇന്ത്യ നടത്തിയ നിക്ഷേപങ്ങളുമായിട്ട് വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. ഇത് 2003 വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇറാനിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമായ ചബഹറിൽ ഇന്ത്യയുടെ സഹായത്തോടുകൂടി അഫ്ഗാനിസ്ഥാൻ്റെയും കൂടി സഹായത്തോടുകൂടി ഒരു പുതിയ തുറമുഖം വികസിപ്പിച്ചെടുക്കാനുള്ള നീക്കങ്ങളുണ്ടായത്. ആ തുറമുഖം വികസിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ വാണിജ്യ ബന്ധങ്ങൾക്ക് ഈ പശ്ചിമേഷ്യയുമായിട്ടും മധ്യേഷ്യയുമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങൾക്ക് ഒരു തടസ്സമായിരുന്നു. പാകിസ്ഥാൻ വഴി സംഗതികൾ കൊണ്ടുപോവുക, പാകിസ്ഥാൻ വഴിയുള്ള കരവഴിയുള്ള കൈമാറ്റങ്ങൾ വളരെയേറെ പ്രയാസമായിട്ടുള്ള സാഹചര്യത്തിൽ എയർ കോറിഡോർ പോലും ഇന്ത്യക്ക് നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചബഹർ തുറമുഖത്തിലേക്കെത്തി അവിടെ നിന്ന് പിന്നെ കരവഴി അഫ്ഗാനിലേക്കും മധ്യേഷ്യയിലേക്കും സാധനങ്ങൾ കടത്തുകയും അവിടെ സാധനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന ഐഡിയ.
ഇന്ത്യയിലെ വിദഗ്ധന്മാർ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു തുറമുഖം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റ് ചരക്കുകൾക്ക് വേണ്ടി ഐമെക് എന്ന് പറയുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കൊറിഡോർ, ഇന്ത്യയും മിഡിൽ ഈസ്റ്റും തമ്മിലുള്ള ഒരു ഇടനാഴി, വാണിജ്യ ഇടനാഴി എന്ന ഒരു റോഡ് പദ്ധതി കൂടി അതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചിരുന്നു. അത് കുറേ കാലങ്ങളായിട്ട് അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ തർക്കങ്ങൾ വന്നത്. ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇറാൻ എന്ന പേരിൽ വലിയ സംഘർഷങ്ങളുണ്ടായി. ആ സംഘർഷങ്ങളെക്കുറിച്ച് വലിയ സംഘർഷങ്ങളും ചർച്ചകളും നടന്നു. 2015 ബറാക്ക് ഒബാമ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അമേരിക്കയും ഇറാനും ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ചർച്ചകൾ നടത്തി ഒരു കരാറിലെത്തി. അതായത് ഇറാനിൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധർ പരിശോധിക്കും. അതിനകത്ത് എവിടെയെങ്കിലും ആയുധം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക ശക്തിയായിട്ട് നടപടികളെടുക്കും. അതിനാവശ്യമായിട്ട് ഈ പ്രദേശങ്ങൾ തുറന്നു കൊടുക്കാൻ ഇറാൻ തയ്യാറാവും എന്നുള്ളതൊക്കെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ അതിൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് തുറന്നു കൊടുത്തു. അവരത് മുഴുവൻ പരിശോധിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് 2018 അമേരിക്കയിലെ ട്രംപ് അധികാരത്തിൽ വരുന്നത്. പക്ഷേ അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. 2016 അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ അവസാനിച്ച് കരാറായ സാഹചര്യത്തിൽ, ഇനി ആണവപരമായിട്ടുള്ള തർക്കങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വാണിജ്യ വ്യവസായ ബന്ധങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതായി. അമേരിക്ക നേരത്തെ ഉണ്ടായിരുന്ന ഉപരോധങ്ങളൊക്കെ പിൻവലിച്ചു. ആ സമയത്ത് നരേന്ദ്രമോദി ടെഹ്റാനിൽ എത്തി ഇറാൻ അഫ്ഗാനിസ്ഥാൻ അധികൃതരുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചു, ഒരു മുക്കൂട്ട് കരാറിൽ ഒപ്പുവെച്ചു. അത് ഈ ചബഹർ തുറമുഖം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറായിരുന്നു. ഏതാണ്ട് 620 ദശലക്ഷം കോടി ഡോളർ 620 ദശലക്ഷം ഡോളർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ തുറമുഖം ഇന്ത്യ വികസിപ്പിക്കാൻ തയ്യാറാവും എന്നാണ് കരാറുണ്ടായത്. അതിനുവേണ്ടി ഇന്ത്യ ധാരാളം പണം ചിലവാക്കി, അതിനുവേണ്ടി ധാരാളം വായ്പ ഇന്ത്യ എടുത്തു. കാരണം ഇന്ത്യയുടെ വാണിജ്യ വികസനത്തിന്, ഈ പ്രദേശവുമായിട്ടുള്ള വാണിജ്യ വികസനത്തിന്, അതേപോലത്തെ ഇന്ത്യയിലേക്കുള്ള എണ്ണ പോലുള്ള സാധനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇറക്കുമതിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള തുറമുഖം എന്ന നിലയിലാണ് ഇത് വികസിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ 2018 ട്രംപ് വന്നപ്പോൾ അദ്ദേഹം ഈ കരാറിൽ നിന്ന്, ഇറാനുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കരാറിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഞങ്ങൾ ഈ കരാർ അംഗീകരിക്കുന്നില്ല, ഒബാമ ഉണ്ടാക്കിയ കരാർ ഒബാമയ്ക്ക് മാത്രം ബാധകമാണ്, എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിഡ്രോ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് ഇറാനുമായിട്ട് നേരത്തെ വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിച്ച പല രാജ്യങ്ങളെയും അമേരിക്ക ഭീഷണിപ്പെടുത്തി, ഇന്ത്യയെയും ഭീഷണിപ്പെടുത്തി. ഇന്ത്യയോട് പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും ചബഹാർ തുറമുഖത്ത് ഇനി ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു വാർണിംഗ് അവർ നൽകി. ഇന്ത്യ പക്ഷേ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് പണം അവിടെ ചിലവാക്കിയിട്ടുണ്ട്. നേരത്തെ അംഗീകരിക്കപ്പെട്ട കരാറാണ്, നേരത്തെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിച്ച കരാറാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് താൽക്കാലികമായിട്ടുള്ള ചില വേവറുകൾ, തൽക്കാലം കുറച്ചു കാലം കൂടി മുമ്പോട്ട് പോകട്ടെ, കുറച്ചു കാലം കൂടി ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് നിർബന്ധം പിടിക്കുന്നില്ല, ഇന്ത്യക്ക് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടാം, എന്നാൽ അധികകാലം അത് സമ്മതിക്കുകയില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. ഇങ്ങനെ താൽക്കാലികമായിട്ടുള്ള ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അവിടെ പ്രവർത്തിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 26 ഇന്ത്യക്കുള്ള വേവർ അവസാനിച്ചിരിക്കുന്നത്. അതായത് ഏപ്രിൽ 26 ശേഷം ഇന്ത്യ ചബഹർ തുറമുഖത്ത് ഇടപെടുകയോ അവിടെ ഉദ്യോഗസ്ഥരെ അയക്കുകയോ അവിടെ പണം നിക്ഷേപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉപരോധം തിരിച്ചു വരും. അമേരിക്ക ഇന്ത്യക്കെതിരായിട്ടുള്ള കടുത്ത ഉപരോധ നടപടികൾ ആരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ദശലക്ഷക്കണക്കിന് കോടി ഡോളർ ഇന്ത്യ കയ്യിൽ നിന്ന് മുടക്കിയിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്, തുറമുഖ വികസനത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അമേരിക്ക പെട്ടെന്ന് അവർക്ക് തോന്നുന്ന മാതിരി നിങ്ങളവിടെ ഇനി ഇടപെടാൻ പാടില്ല, ഇന്ത്യയുടെ കാശാണ് പോകുന്നത്, ഇന്ത്യയുടെ വികസനമാണ് പോകുന്നത്. ഇങ്ങനെയുള്ള വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിൽ ഇന്ത്യ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ അധികൃതർ ഇപ്പോൾ ചെയ്യുന്നത്
അമേരിക്കയുമായിട്ട് ഈ വിഷയത്തിൽ പോലും ഏറ്റുമുട്ടാൻ അവർ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾ, ഇന്ത്യയുടെ വാണിജ്യ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഹിന്ദു പത്രം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ നേരത്തെ എടുത്തിരുന്ന ഒരു അന്താരാഷ്ട്ര വായ്പ $120 മില്യൺ ഒരു വായ്പ എടുത്തിരുന്നു. അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അവിടെയുടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ, ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്ത്യയുടെ നിക്ഷേപം ഒരു ഇറാനിയൻ കമ്പനിയെ ഏൽപ്പിച്ചുകൊണ്ട് വിഡ്രോ ചെയ്യാനാണ് ഇന്ത്യ തീരുമാനിച്ചിരുന്നത്. ഇറാനിയൻ കമ്പനിയുമായിട്ടുള്ള ഈ കരാർ പ്രകാരം ഏതെങ്കിലും കാലത്ത് ഭാവിയിൽ ഇന്ത്യക്ക് അവിടെ തിരിച്ചു വരാൻ സൗകര്യം കിട്ടുകയാണെങ്കിൽ ആ കമ്പനി അവരുടെ നിക്ഷേപങ്ങൾ, അവരുടെ കാര്യങ്ങൾ ഇന്ത്യക്ക് തിരിച്ചേൽപ്പിക്കും. അതുവരെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഈ ഇറാൻ കമ്പനി തന്നെയാണ് കാര്യങ്ങൾ നടത്തുക എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയെപ്പോലൊരു വലിയ സ്വതന്ത്ര രാജ്യത്തിന് മറ്റൊരു സ്വതന്ത്ര രാജ്യവുമായിട്ട് അന്താരാഷ്ട്ര വാണിജ്യ നിയമപ്രകാരം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നേരത്തെ ഉണ്ടാക്കിയ ഒരു കരാർ തുറന്നു കൊണ്ടുപോകാൻ പോലും സമ്മതിക്കുകയില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കൻ അധികൃതർ പറയുന്നത്. ഇത് ലോകത്തെ പല രാജ്യങ്ങളുടെ നേരെയും ഇത്തരം നടപടികൾ അമേരിക്ക പയറ്റി. അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള കടന്നാക്രമണങ്ങളും സംഘർഷങ്ങളും ഉണ്ടായി. യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും അടക്കം, കാനഡയും ഓസ്ട്രേലിയയും അടക്കം പല രാജ്യങ്ങളും ഇത്തരം കാര്യങ്ങൾ അമേരിക്കയുമായിട്ട് സംഘർഷത്തിലാണ്. ചൈന അതിശക്തമായിട്ട് സംഘർഷത്തിലാണ്. ഇപ്പോഴും ഇന്ത്യ ഈ വിഷയത്തിൽ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ പോയ കാഴ്ച പോട്ടെ. എന്നിരുന്നാലും അമേരിക്ക ട്രംപിനെ വെറുതെ പിണക്കേണ്ടതില്ല എന്നൊരു നയവുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. എത്ര കാലം മോഡിക്ക് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കാൻ കഴിയും എന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളെ അലട്ടുന്ന ചോദ്യം.